ഇത്രയും നേരമായല്ലോ, ഇപ്പോൾ നേരത്തോടെ നേരമായി, രാവിലെയാണല്ലോ അദ്ദേഹം ഇത് ഷെയർ ചെയ്യുന്നത്. തരൂരിന്റെ ലേഖനം വലിയ തോതിൽ വലിയ ഒരു ആവേശമായിക്കൊണ്ട് സർക്കാർ അതിനെ ഏറ്റുപിടിക്കുകയും തരൂർ പോലും പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്ത മന്ത്രി പി രാജീവ് ഈ നിമിഷമായിട്ടും എന്തുകൊണ്ടാണ് ഈ 42,000 MSMEകൾ പൂട്ടിപ്പോയി എന്ന വിഷയത്തിൽ ഈ നിമിഷമായിട്ടും അദ്ദേഹത്തിന് പ്രതികരണം വരാത്തതുകൊണ്ടാണ്? നിയമസഭയിൽ ഒന്നാമത്തെ കാര്യം ഡോക്ടർ അരുൺ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതാ നിയമസഭയിൽ വരുന്ന രേഖകൾ പലപ്പോഴും വാർത്തയായി പുറത്തേക്ക് വരാറില്ല. അല്ല, പി രാജീവിന്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ പി രാജീവ് ഈ നിമിഷം വരെ അതിനോട് പ്രതികരിച്ചില്ല. പക്ഷേ എന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഈ റാങ്കിംഗ് വരുന്നത് എന്തിനാണ്? പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നിലനിന്ന സംരംഭങ്ങൾ പൂട്ടിപ്പോയതിന്റെ പൂട്ടിപ്പോയ കണക്ക് ഞാൻ തന്നെ കൊടുത്ത കണക്ക് എന്ന് എന്തുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്? 3 കൊല്ലത്തെ മേനി പറയുമ്പോൾ 9 കൊല്ലം കൊണ്ട് പൂട്ടിപ്പോയത് ഇത്രയാണെന്നും ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിൽ അത് പൂർണ്ണ നല്ല അവസ്ഥയിൽ തന്നെയാണോ, ഈ 9 കൊല്ലത്തിനിടയിൽ പൂട്ടിപ്പോകാനിടയായ സാഹചര്യം എന്നുള്ള സർക്കാർ പരിശോധിച്ചു അതിന്റെ മറുപടി പറയേണ്ട സമയം നേരത്തോട് നേരമായിട്ടും വന്നിട്ടില്ല.